എഡ്യൂക്കേഷണൽ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം സംബന്ധമായ നമ്മുടെ 10ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പഠനവക്രം അഥവാ ലേണിംഗ് കർവ് എന്ന ആശയമാണ്. എന്താണ് ഒരു പഠനവക്രം? ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ലേഖീയ ചിത്രീകരണമാണ് പഠനവക്രം. ലേഖീയ ചിത്രീകരണം എന്നൊക്കെ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ഏറെ പരിചിതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ലേഖീയ ചിത്രീകരണം എന്ന് പറയുന്നത്. ലേഖീയ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഗ്രാഫ് എന്ന പദമാണ്. ഗ്രാഫ് എന്നത് ഇംഗ്ലീഷാണ്, അതിന് മലയാളമാണ് ലേഖീയ ചിത്രീകരണം. അപ്പോൾ ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് പഠനവക്രം. ഇപ്പോൾ താഴെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഒരു ഗ്രാഫ്, അതാണ് പഠനവക്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രാഫിലേക്ക്, ഇതുപോലുള്ള ഗ്രാഫിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു വിദ്യാർത്ഥിയുടെ പഠനം എങ്ങനെ മെച്ചപ്പെട്ടു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു പഠനവക്രം നമ്മൾ വരയ്ക്കുമ്പോൾ അതിൽ കുറെ വിവരങ്ങൾ വേണ്ടതുണ്ടല്ലോ. ഇത് വരയ്ക്കാനുള്ള ആ വിവരങ്ങൾ അഥവാ ഡാറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതായത് ഒരു കുട്ടി പഠിക്കുന്നതിനിടക്ക് അഥവാ പരിശീലിക്കുന്നതിനിടക്ക് ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തി അഥവാ പല ടെസ്റ്റുകൾ നടത്തിയിട്ട് കുട്ടിയുടെ പഠനത്തിൻ്റെ നിലവാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ അളന്നെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുക. പരിശീലനത്തിന് ഇടക്ക് കൂടെ കൂടെ പ്രകടനം അളന്ന് നിർണയിച്ചാണ് ഈ ഡാറ്റകൾ ശേഖരിക്കുന്നത്. എന്നിട്ട് അത് ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുക. ഇങ്ങനെ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന് എക്സ് എന്ന അക്ഷവും വൈ എന്ന ഒരു അക്ഷവും ഉണ്ടല്ലോ. അപ്പോൾ എക്സ് എന്ന അക്ഷത്തിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് യൂണിറ്റ് ഓഫ് ടൈം ആണ്. അഥവാ എത്ര നേരം, എത്ര കാലയളവ് പഠിക്കുന്നു എന്നതാണ് യൂണിറ്റ് ഓഫ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എക്സ് എന്ന അക്ഷത്തിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. വൈ എന്ന അക്ഷത്തിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് എമൗണ്ട് ഓഫ് ലേണിംഗ്, പഠനത്തിന്റെ അളവ്, എത്രമാത്രം പഠിച്ചു എന്ന അളവാണ് വൈ എന്ന അക്ഷത്തിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഒരു ലേണിംഗ് കർവ് അഥവാ പഠനവക്രം വരയ്ക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അഥവാ ഇങ്ങനെ പഠനവക്രങ്ങൾ വരയ്ക്കുമ്പോൾ അത് പല രൂപത്തിലായിട്ട് മാറും. അത് പ്രധാനമായിട്ടും 4 രൂപത്തിലാണ് ആ ഗ്രാഫ് ഉണ്ടാവുക. ഒന്ന് ഋജുരേഖാവക്രം, സ്ട്രൈറ്റ് ലൈൻ കർവ്. അതെന്താണ് എന്ന് നമ്മൾ വിശദീകരിക്കും. രണ്ടാമത്തതാണ് ഉന്മധ്യവക്രം, കോൺവെക്സ് കർവ്. മൂന്നാമത്തതാണ് നതമധ്യവക്രം, കോൺകേവ് കർവ്. നാലാമത്തതാണ് സമ്മിശ്ര വക്രം അഥവാ മിക്സഡ് കർവ്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിലാണ് ഒരു പഠനവക്രം വരയ്ക്കുമ്പോൾ അതിന്റെ രൂപം ഉണ്ടായിത്തീരുക. ഇനി നമുക്ക് പരിശോധിക്കാം ഈ ഓരോ കർവും എന്താണ്, എങ്ങനെയാണ് ഇതുണ്ടായിത്തീരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഋജുരേഖാ വക്രത്തെ കുറിച്ച് പറയാം, സ്ട്രൈറ്റ് ലൈൻ കർവ്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് സ്ട്രൈറ്റ് ലൈൻ കർവ്. എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും നടുവിലൂടെ ഒരു രേഖ പോലെ മേലോട്ട് ഉയർന്നു പോകുന്ന ആ ഗ്രാഫ്, ഇതിനെയാണ് സ്ട്രൈറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെയാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. താത്വികമായിട്ട് ഇത് ശരിയാണ്. പക്ഷെ നമ്മൾ പ്രായോഗിക തലത്തിൽ പരിശോധിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് അസാധാരണമാണ്. ഇങ്ങനെ ഒരേ അളവിൽ പഠനത്തിന്റെ നിരക്കിൽ ഇങ്ങനെ പുരോഗതി സംഭവിക്കുക എന്നത് സാധാരണഗതിയിൽ സംഭവിക്കാറില്ല. അതാണ് ഋജുരേഖാ വക്രത്തിന്റെ പ്രത്യേകത. രണ്ടാമത്തേതാണ് ഉന്മധ്യവക്രം അഥവാ കോൺവെക്സ് കർവ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതാണ് ഉന്മധ്യവക്രം. ഈ വക്രം നമ്മൾ പരിശോധിച്ചാൽ കാണാം കോൺവെക്സ് ലെൻസിന്റെ വളവ് പോലെയാണ് അതിങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അതാണ് കോൺവെക്സ് കർവ്. എപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാവുക? പ്രാരംഭഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിലുള്ള പുരോഗതി കാണിക്കുകയും ക്രമേണ പഠനം മന്ദഗതിയിലാവുകയും ചെയ്താലാണ് ഇങ്ങനെ ഒരു വക്രം വരയ്ക്കാൻ സാധിക്കുക. എപ്പോഴാണ് തുടക്കത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുക? ഒന്നുകിൽ ആ പഠന പ്രവർത്തനങ്ങൾ വളരെ ലളിതമാണെങ്കിൽ തുടക്കത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് മുമ്പ് കുട്ടിക്ക് പരിശീലനങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും.
പിന്നീട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ, കുറച്ചങ്ങോട്ട് പഠിക്കുമ്പോൾ അതുവരെ കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് പഠിക്കാനുണ്ടാവുക. അപ്പോൾ പഠനം അല്പം മന്ദഗതിയിലാകും. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് വരക്കാൻ സാധിക്കുക. ഇതാണ് ഉന്മധ്യവക്രം. മൂന്നാമത്തതാണ് നതമധ്യവക്രം, കോൺകേവ് കർവ്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് കോൺകേവ് കർവ്. ഒരു കോൺകേവ് ലെൻസിന്റെ വളവ് പോലെയാണ് ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് പഠനത്തിന്റെ പുരോഗതി തുടക്കത്തിൽ വളരെ പതുക്കെയായിരുന്നു, മന്ദമായിരുന്നു. പിന്നീട് ആ പഠന വേഗത വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? രണ്ട് സന്ദർഭങ്ങളിൽ. ഒന്ന്, പഠന പ്രവർത്തനം പ്രയാസകരമാണെങ്കിൽ. രണ്ടാമത്തത്, ഈ സമാന പ്രവർത്തനങ്ങളിൽ നേരത്തെ ഒട്ടും പരിചയമില്ല എങ്കിൽ. അതാണ് ആ വിഷയം തീരെ പരിചയമില്ലാത്തൊരു വിഷയമാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ തുടക്കത്തിൽ അയാളുടെ പഠന വേഗത പതുക്കെയായിരിക്കും, മന്ദമായിരിക്കും. പിന്നീട് അത് പരിചയിച്ചു വരുമ്പോൾ അയാളുടെ പഠന വേഗത വർദ്ധിക്കും. ഈ ഗ്രാഫിനെ നമുക്ക് രണ്ട് പേരിൽ വിളിക്കാം. ഒന്ന്, മലയാളത്തിലാണെങ്കിൽ നതമധ്യവക്രം എന്നും ധനത്വരണ പഠനവക്രം എന്നും പറയാം. ഇംഗ്ലീഷിലാണെങ്കിൽ കോൺകേവ് കർവ് എന്നും പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കർവ് എന്നും വിളിക്കാവുന്നതാണ്. നാലാമത്തതാണ് സമ്മിശ്ര വക്രം, മിക്സഡ് കർവ്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് മിക്സഡ് കർവ്. ഏതാണ്ട് ഒരു എസ് ആകൃതിയിലാണല്ലോ ആ ഗ്രാഫ് നമ്മൾ കാണുന്നത്. ഇത് തുടക്കത്തിൽ ഇങ്ങനെ മന്ദഗതിയിൽ പഠനം തുടങ്ങി, പെട്ടെന്ന് പിന്നെ പഠനം പുരോഗമിച്ച് വീണ്ടും മന്ദഗതിയിലാകുന്നു. അപ്പോഴാണ് ഇത് ഒരു എസ് ആകൃതിയിൽ ഈ ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫിനെ നമുക്ക് സമ്മിശ്ര വക്രം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഉന്മധ്യ നതമധ്യ വക്രം എന്നും വിളിക്കാം. അപ്പോൾ രണ്ട് വേർഡ് നമ്മൾ പഠിച്ചു വെക്കുക. ലേശം വാക്കൊക്കെ നമുക്ക് അത്ര ഉച്ചരിക്കാനൊക്കെ പ്രയാസമുള്ള വാക്കാണെങ്കിലും ഒരുപക്ഷെ പരീക്ഷയിൽ ഈ വാക്കുകളിൽ ഏതാണ് വരിക എന്ന് നമുക്കറിയില്ല. അത് ഓർത്തു വെക്കുക. സമ്മിശ്ര വക്രം എന്നോ ഉന്മധ്യ നതമധ്യ വക്രം എന്നോ നമുക്ക് വിളിക്കാവുന്നതാണ്. ഈ വിഷയകമായി ഒരു കേറ്റഡ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് പരിശോധിക്കാം. പഠിക്കുവാനുള്ള കാര്യം താരതമ്യേന ലളിതമാവുകയോ അല്ലെങ്കിൽ പഠിതാവിന് മുൻ പരിശീലനം കിട്ടിയതോ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം പഠനവക്രമാണ് ഉണ്ടാവുക? പഠിക്കാനുള്ള കാര്യം താരതമ്യേന ലളിതമാണ്, അല്ലെങ്കിൽ പഠിതാവിന് അഥവാ വിദ്യാർത്ഥിക്ക് മുമ്പ് പരിശീലനം കിട്ടിയതാണ് എങ്കിൽ എങ്ങനെയാണ് കർവ് ഉണ്ടാവുക, ഗ്രാഫ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. നമുക്കറിയാം, പഠനം ലളിതമാണെങ്കിൽ, അതേപോലെ മുമ്പ് പരിശീലനം കിട്ടിയതാണെങ്കിൽ തുടക്കത്തിൽ കുട്ടി വളരെ നന്നായി പഠിക്കും. അപ്പോൾ തുടക്കത്തിൽ ഗ്രാഫ് ഇങ്ങനെ കുതിച്ച് മേലോട്ട് ഇങ്ങനെ ഉയർന്നു പോകുന്നത് കാണാം. പിന്നീടുള്ള കാര്യങ്ങൾ കൂടുതൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുട്ടിക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് പഠിക്കാനുള്ളത് എന്നുള്ളത് കൊണ്ട് പഠനത്തിന്റെ വേഗത കുറയും. അപ്പോൾ ഏതായിരിക്കും? നമുക്കറിയാം, കോൺവെക്സ് കർവാണ് ഉണ്ടാവുക. കോൺവെക്സ് കർവ് ഇതിൽ ഏതാണ്? ബി ആണ്. ഇത് തന്നെ ബി നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. തുടക്കത്തിൽ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു പൊന്തി പോകുന്നു, കാരണം അത് വളരെ എളുപ്പമുള്ള പാഠമാണ്, അല്ലെങ്കിൽ മുമ്പ് പരിശീലനം കിട്ടിയ കാര്യമാണ് കുട്ടി പഠിക്കുന്നത്. പിന്നീട് അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിയുന്നതായിട്ട് കാണാം. അങ്ങനെ അത് പഠനം അവിടെ മന്ദഗതിയിലാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഉത്തരം. ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് പഠനവക്രങ്ങളുടെ സവിശേഷതകൾ പരിശോധിക്കാം. ലേണിംഗ് കർവുകളുടെ സവിശേഷതകൾ. ഒന്നാമത്തത് മന്ദപുരോഗതിയുടെ കാലം. ഒരു പാഠം ഒരു കുട്ടി പഠിക്കുമ്പോൾ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ പഠന പുരോഗതി സാധാരണയായി മന്ദഗതിയിലായിരിക്കും. ചിലപ്പോൾ വളരെ വേഗത്തിൽ തുടക്കത്തിലെ കാര്യങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാഠഭാഗം വളരെ ലളിതമാണെങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിലൊക്കെ കുട്ടി തുടക്കത്തിൽ വളരെ വേഗം പഠിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഈ പഠനം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഠനം മന്ദഗതിയിലാണ് തുടങ്ങുക. കാരണം പാഠ്യവസ്തുവുമായിട്ട് അഥവാ പാഠഭാഗവുമായിട്ട് വിദ്യാർത്ഥി ഇണങ്ങിച്ചേരാൻ കുറച്ച് സമയമെടുക്കാറുണ്ട്. അതാണ് മന്ദപുരോഗതിയുടെ കാലം. രണ്ടാമത്തേത് ദ്രുത പുരോഗതിയുടെ കാലം. ഈ കുട്ടി അഥവാ ഈ വിദ്യാർത്ഥി പ്രാരംഭഘട്ടത്തിലെ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠനം ദ്രുതഗതിയിലാണ് നടക്കുക. ആ കാലത്തെയാണ് ദ്രുത പുരോഗതിയുടെ കാലം എന്ന് വിളിക്കുന്നത്.
മൂന്നാമത്തതാണ് ഏറ്റക്കുറച്ചിലുകളുടെ കാലം. അഥവാ ഒരു കുട്ടി പഠനം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പഠനം പഠിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ തന്നെ ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും. കുറച്ചു നേരം കുട്ടി പഠിക്കാതിരിക്കുന്നു, പിന്നീട് വീണ്ടും പഠനം തുടരുന്നു, അങ്ങനെ ഒന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ഏറ്റക്കുറച്ചിലുകളെ സ്പേർട്സ് എന്നാണ് നമ്മൾ പറയുക. സ്പേർട്സ്. ഇതിന് കാരണം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ കുറെ പഠിക്കുമ്പോൾ കുട്ടിക്ക് തളർച്ചയുണ്ടാകുന്നു, ചിലപ്പോൾ ചെറിയ രോഗങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി പഠിച്ചിരുന്ന കുട്ടിയുടെ താല്പര്യം അല്പം കുറയും, താല്പര്യത്തിലും അഭിപ്രേരണയിലും സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, അതൊക്കെയാണ് ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം. അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ആ സന്ദർഭത്തെയാണ് ഏറ്റക്കുറച്ചിലുകളുടെ കാലം എന്ന് വിളിക്കുന്നത്. ഈ ഏറ്റക്കുറച്ചിലുകളെ സ്പേർട്സ് എന്നാണ് വിളിക്കുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. നാലാമത്തതാണ് പ്രകടമായ പുരോഗതി കാണിക്കാത്ത കാലം. എത്ര കൂടുതൽ പരിശീലനം നൽകിയാലും കുട്ടി പഠനത്തിൽ യാതൊരുവിധ പുരോഗതിയും കാണിക്കാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. അതിനെയാണ് പഠനത്തിലെ പീഠസ്ഥലി അഥവാ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകടമായ പുരോഗതി കാണിക്കാത്ത കാലം. അപ്പോൾ പരിശീലനങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടല്ല, എത്രയോ കൂടുതൽ പരിശീലനം കൊടുത്തുവെങ്കിലും ശരി കുട്ടി പഠനത്തിൽ പുരോഗതി ഒന്നും കാണിക്കില്ല. അത്തരം സന്ദർഭത്തെയാണ് പഠന പീഠസ്ഥലി എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ ഈ ക്ലാസിന്റെ അവസാന ഭാഗത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിക്കുന്നതാണ്. അഞ്ചാമത്തതാണ് അധോഗതിയുടെ കാലം. അഥവാ കുട്ടി പഠനത്തിൽ പുരോഗതി കാണിക്കുന്നതിന് പകരം അധോഗതി കാണിക്കുന്ന അഥവാ ഡിക്ലൈൻ സംഭവിക്കുന്ന ഘട്ടത്തെയാണ് അധോഗതിയുടെ കാലം എന്ന് പറയുന്നത്. പുരോഗതിക്ക് പകരം പഠനത്തിൽ അധോഗതി കാണിക്കുകയാണ് കുട്ടി ആ കാര്യത്തിൽ ആ ഘട്ടത്തിൽ ചെയ്യുക. അതാണ് അധോഗതിയുടെ കാലം. ഈ പഠന വക്രങ്ങൾക്ക് അഥവാ ലേണിംഗ് കർവുകൾക്ക് വിദ്യാഭ്യാസവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഇങ്ങനെ ഒരു ഗ്രാഫ് വരക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? അതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഈ പഠന വക്രം പഠന പുരോഗതിയും അതിലെ നിരക്കും ആണ് വ്യക്തമാക്കുന്നത്. അതിലേക്ക് നോക്കിയാൽ ഒരു കുട്ടിയുടെ പഠന പുരോഗതിയും അതിന്റെ നിരക്കും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പഠനബോധന പ്രക്രിയയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ഒന്നാമതായിട്ട്, ഈ വിദ്യാർത്ഥികളിൽ ക്രമാനുഗതമായി വന്നു ചേരുന്ന പുരോഗതിയുടെ സൂക്ഷ്മ ചിത്രം മനസ്സിലാക്കാൻ ഇത് അധ്യാപകനെ സഹായിക്കും. ഓരോ കുട്ടിയെയും ഇടക്കിടക്ക് നടത്തുന്ന ടെസ്റ്റുകളിലൂടെ ആ കുട്ടിയുടെ പുരോഗതി അധ്യാപകൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഓരോ കുട്ടിയെ സംബന്ധിച്ചും അധ്യാപകൻ ഓരോ ഗ്രാഫ് വരക്കുന്നുവെങ്കിൽ, ഇങ്ങനെ പഠനവക്രങ്ങൾ വരക്കുന്നുവെങ്കിൽ ആ കുട്ടിയുടെ വളർച്ചയുടെ സൂക്ഷ്മമായ ചിത്രം ഓരോ അധ്യാപകനും ലഭിക്കും. അപ്പോൾ അധ്യാപകർക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. രണ്ടാമതായിട്ട്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാം പഠനവക്രം ഒരു അധ്യാപകൻ വരക്കുന്നു. എന്നിട്ട് അവരുടെ ആ ഗ്രാഫ് എല്ലാം ഒരു അധ്യാപകൻ നിരീക്ഷിക്കുമ്പോൾ കുട്ടികൾ തമ്മിലുള്ള വ്യക്തി വ്യത്യാസം അധ്യാപകന് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട്, ഇങ്ങനെ കുട്ടികളുടെ മൊത്തം ഗ്രാഫ് അഥവാ പഠനവക്രം അധ്യാപകൻ വരയ്ക്കുമ്പോൾ സ്വന്തത്തെ കുറിച്ചൊന്ന് വിലയിരുത്താനും അധ്യാപകന് അവസരം കിട്ടും. താൻ പഠിപ്പിക്കുന്ന രീതി, തന്റെ ബോധന തന്ത്രങ്ങളെ പറ്റിയിട്ട് ഒരു പുനർവിചിന്തനം നടത്താൻ അധ്യാപകന് ഇതുവഴി അവസരം കിട്ടും. അങ്ങനെ ബോധന തന്ത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഗ്രാഫിൽ വല്ല മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ പരിശോധിക്കുവാൻ അധ്യാപകന് ഒരു അവസരം ലഭിക്കുകയാണ് ഇതുവഴി ലഭിക്കുന്നത്. നാലാമതായിട്ട്, ഒരു കുട്ടിയുടെ പഠനവക്രം നിരീക്ഷിക്കുമ്പോൾ അതിൽ അസാധാരണമായ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നു എന്നൊരു അധ്യാപകൻ കാണുകയാണെങ്കിൽ അധ്യാപകന് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ കുട്ടിയുടെ വൈകാരിക ജീവിതം, കായിക സ്ഥിതി, കുട്ടിയുടെ വ്യക്തിത്വ സവിശേഷതകൾ, അങ്ങനെ പലതും മനസ്സിലാക്കുവാൻ അതിലൂടെ അധ്യാപകന് സാധിക്കും. അപ്പോൾ ഒരു ബുദ്ധിയുള്ള അധ്യാപകന് ഇതുവഴി തന്റെ വിദ്യാർത്ഥികളുടെ വ്യവഹാരങ്ങളെ പറ്റി, കുട്ടികളുടെ പെരുമാറ്റങ്ങളെ പറ്റി, അവരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുവാൻ ഒരു അവസരമാണ് ലഭിക്കുന്നത്. അഞ്ചാമതായിട്ട്, അധ്യാപകന് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ പഠന പുരോഗതി സ്വയം മനസ്സിലാക്കാനും വിലയിരുത്താനും ഒക്കെ ഈ ലേണിംഗ് കർവ് ഉപയോഗിക്കാവുന്നതാണ്. ആറാമതായിട്ട്, ഒരു വിദ്യാർത്ഥിക്ക് തന്റെ പഠനത്തിന്റെ പുരോഗതി തന്റെ സഹപാഠികളുടെ പഠന പുരോഗതിയുമായിട്ടൊക്കെ താരതമ്യം ചെയ്തു നോക്കാൻ പറ്റും. മറ്റുള്ളവരുടെ പഠന പുരോഗതിയും എൻ്റെ പഠന പുരോഗതിയും എങ്ങനെ എന്നൊക്കെ എളുപ്പം ഒരു കുട്ടിക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏഴാമതായിട്ട്, ഇങ്ങനെ പഠനവക്രത്തിന്റെ പഠനത്തിലൂടെ
കുട്ടിക്ക് സ്വന്തം പഠന പുരോഗതി നിലനിർത്താനുള്ള ഒരു താല്പര്യം ജനിക്കുകയും ചെയ്യും. തങ്ങളുടെ പഠന പുരോഗതി നിലനിർത്താൻ കുട്ടികൾക്ക് വക്രത്തിന്റെ പഠനത്തിലൂടെ അഭിപ്രേരണ ജനിക്കുന്നു. ഏതായിരുന്നാലും അധ്യാപകനും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഏറെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് ഈ പഠനവക്രം. ഇനി നമുക്ക് പഠന പീഠസ്ഥലി അഥവാ ലേണിംഗ് പ്ലാറ്റ്യൂ എന്താണ് എന്ന് പഠിക്കാം. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, എല്ലാ പഠനത്തിൻ്റെയും ആദ്യകാല നേട്ടം കുറവായിരിക്കും. അഥവാ ഒരു പഠനം തുടങ്ങുമ്പോൾ പഠനം മന്ദഗതിയിലാണ് ഉണ്ടാവുക. പക്ഷെ ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പഠനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പിന്നെ പഠന പുരോഗതി പെട്ടെന്ന് മന്ദമാകുന്നു. എത്ര പരിശീലനം നൽകിയാലും ഒരു പുരോഗതി ഉണ്ടാവാത്ത ഒരു ഘട്ടം ഉണ്ടായിത്തീരുന്നു. അതിനെയാണ് പഠനപീഠസ്ഥലി എന്ന് പറയുന്നത്. പഠനപീഠസ്ഥലി എന്ന് പറഞ്ഞാൽ പഠനത്തിൽ പ്രകടമായ പുരോഗതി ഒന്നും രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു ഘട്ടത്തെയാണ് പഠനപീഠസ്ഥലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവുമ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ പരിശോധിച്ചാൽ എക്സ് എന്ന അക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു രേഖ ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയായിരിക്കും ആ ഗ്രാഫ് ഉണ്ടാവുക. അങ്ങനെയാണ് ആ ലേണിംഗ് കർവ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുക. എക്സ് പോലെ തന്നെ എക്സിന് സമാന്തരമായിട്ട് ഒരു രേഖാഖണ്ഡം ഇങ്ങനെ വരയ്ക്കുകയായിരിക്കും ആ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരശ്ചീനമായ ഇത്തരം രേഖാഖണ്ഡങ്ങളെയാണ് പീഠസ്ഥലി എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. അങ്ങനെ ഒരു പഠന പീഠസ്ഥലിയുള്ള ഒരു പ്ലാറ്റ്യൂ ഒരു ഗ്രാഫ് നമുക്ക് പരിശോധിക്കാം. സ്ക്രീനിൽ നമ്മളൊരു പഠന വക്രമാണ് കാണുന്നത്. ഈ പഠന വക്രത്തിൽ 2 ലേണിംഗ് പ്ലാറ്റ്യൂകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രാഫ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തുടക്കത്തിൽ അത് ദ്രുതഗതിയുള്ള പുരോഗതിയാണ് കാണിക്കുന്നത്. പിന്നെ P1 എന്ന ഭാഗം എത്തുമ്പോൾ എക്സിന് സമാന്തരമായിട്ടാണ് P1 എന്ന ഭാഗം ഒരു സ്റ്റെപ്പ് പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗത്തെയാണ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അവിടെ പഠനത്തിൽ പുരോഗതി ഒന്നും തന്നെ നടക്കുന്നില്ല. ശേഷം പഠനത്തിൽ ദ്രുതഗതിയുള്ള പുരോഗതി നടക്കുന്നു. പക്ഷെ പിന്നീട് P2 എന്ന ലേണിംഗ് പ്ലാറ്റ്യൂ ഉണ്ടായിത്തീരുന്നു. അതും എക്സ് എന്ന അക്ഷത്തിന് സമാന്തരമായിട്ടാണല്ലോ P2 എന്ന ഭാഗവും ഉള്ളത്. പിന്നെ പഠനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയാണ് ലേണിംഗ് പ്ലാറ്റ്യൂകൾ ഉണ്ടായിരിക്കുക. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി നമുക്ക് പരിശോധിക്കാം, എന്തുകൊണ്ടാണ് ഈ പഠന പീഠസ്ഥലികൾ ഉണ്ടാവുന്നത്? ലേണിംഗ് പ്ലാറ്റ്യൂകൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ഈ പഠന പീഠസ്ഥലികൾ എന്ന് പറയുന്നത് പഠനത്തിലെ നിർണായക ഘട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പഠനത്തിൽ തീരെ പുരോഗതിയില്ലാത്ത ഘട്ടങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മോശമായ കായിക സ്ഥിതി. ശാരീരികമായിട്ട് നല്ല സുഖമില്ല എങ്കിൽ ഇങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ആ ഒരു ഘട്ടത്തിൽ. അപ്പോൾ അത് പഠന പീഠസ്ഥലിക്ക് കാരണമായിരിക്കും. രണ്ടാമത്, മാനസികമായ തളർച്ച ഉണ്ടായാൽ. മൂന്നാമത്, രോഗാവസ്ഥ ഉണ്ടായാൽ. നാലാമത്, പ്രതികൂലമായ പരിസ്ഥിതി ഉണ്ടായാൽ, അതായത് ചുറ്റുപാട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ. അഞ്ചാമത്തത്, ശ്രദ്ധാ വ്യതിചലനം ഉണ്ടാവുകയാണെങ്കിൽ. പഠനത്തിൽ നല്ലവണ്ണം ശ്രദ്ധിച്ച ഒരു കുട്ടി പിന്നീട് ശ്രദ്ധ മാറിപ്പോയി, സിനിമ കാണാൻ പോയി, അല്ലെങ്കിൽ അങ്ങനെ വേറെ അല്ലെങ്കിൽ പാട്ട് അതുപോലെ കാര്യങ്ങളിലേക്ക് ആ കുട്ടിയുടെ ശ്രദ്ധ മാറിപ്പോയി, ആ കുട്ടി അതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചു. അങ്ങനെ ആവുമ്പോൾ ആ ഘട്ടത്തിൽ പഠനം നടക്കുന്നില്ല. അങ്ങനെ പഠന പീഠസ്ഥലി ഉണ്ടാവും. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ആ താല്പര്യമില്ലാതായാൽ അഥവാ താല്പര്യമില്ലായ്മ ഉണ്ടായാൽ പഠന പീഠസ്ഥലി ഉണ്ടാകും ഗ്രാഫിൽ. പിന്നെ മോട്ടിവേഷന്റെ അഭാവം, അഭിപ്രേരണയുടെ അഭാവവും ഇതിന് കാരണമാണ്. പഠനഭാഗത്തിന്റെ അല്ലെങ്കിൽ പഠന പ്രവർത്തനത്തിന്റെ സങ്കീർണത മറ്റൊരു കാരണമാണ്. അതോടൊപ്പം ഒരു വലിയ പാഠഭാഗത്തിന്റെ ഒരു ചെറിയ ഭാഗത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കുറെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അപ്പോഴും അത് പഠന പീഠസ്ഥലിക്ക് കാരണമായി തീരും. പിന്നെ പഠിപ്പിക്കുന്ന ശൈലി, പരിശീലന ശൈലി ശരിയല്ല എങ്കിൽ, കുട്ടിക്ക് അത് ഭംഗിയായിട്ട് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലല്ല എങ്കിൽ തെറ്റായ പരിശീലന ശൈലി ഒരു കുട്ടിയുടെ പഠന പീഠസ്ഥലിക്ക് കാരണമാകും. അതോടൊപ്പം തന്നെ കുട്ടി താഴ്ന്ന പ്രകടന നിലവാരത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് മാറുന്ന ഒരു ഇടവേളയിലും ഇതുണ്ടാകും. അഥവാ ഇതുവരെ
പഠിച്ചിരുന്ന രീതി മാറ്റി വേറൊരു രീതിയിലേക്ക് കുട്ടി മാറുന്ന ആ ഇടവേളയിലും ഇങ്ങനെ പഠന പീഠസ്ഥലി ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. പഴയ പഠനശീലങ്ങളും പുതിയ പഠനശീലങ്ങളും തമ്മിൽ പൊരുത്തമില്ല എങ്കിൽ അപ്പോൾ ഈ പഠന പീഠസ്ഥലി ഉണ്ടാകും. പഴയ പ്രവർത്തന രീതിക്ക് പകരം പുതിയൊരു രീതി കുട്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിലും അപ്പോഴും ഈ പഠന പീഠസ്ഥലി താൽക്കാലികമായിട്ട് കുറഞ്ഞ ഒരു ഇടവേളയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അതോടൊപ്പം തന്നെ താൻ പഠിച്ചതൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് എന്ന് കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ, കുട്ടി അതിൽ സംതൃപ്തനാണെങ്കിൽ, സാമാന്യമായ സിദ്ധി നിലവാരത്തിൽ പഠിതാവിനുള്ള സംതൃപ്തി അഥവാ അത്യാവശ്യമൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ കുട്ടി കുറെ നേരം പഠിക്കില്ല. അങ്ങനെ പഠന പീഠസ്ഥലി ഉണ്ടാകും. അങ്ങനെ ഈ 14 രൂപത്തിൽ, ഇത് മാത്രമല്ല വേറെയും പല രൂപങ്ങളിൽ പഠന പീഠസ്ഥലികൾ ഉണ്ടാകാവുന്നതാണ്. അതിന്റെ കാരണങ്ങൾ ഇങ്ങനെ വിവിധങ്ങളാണ്. ഇനി പഠന പീഠസ്ഥലികൾ ഒഴിവാക്കൽ അഥവാ ലേണിംഗ് പ്ലാറ്റ്യൂകൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അത് പറയുന്നതിന് മുമ്പുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ലേണിംഗ് പ്ലാറ്റ്യൂകളെല്ലാം ഒഴിവാക്കേണ്ടതുണ്ടോ? നമുക്ക് പരിശോധിച്ചാൽ കാണാം, എല്ലാ തരത്തിലുള്ള ഈ ലേണിംഗ് പ്ലാറ്റ്യൂകളും ഒഴിവാക്കേണ്ടവയല്ല. ചിലത് മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ. ഉദാഹരണത്തിന് ഈ താഴ്ന്ന പ്രകടന നിലവാരത്തിൽ നിന്ന് ഉയർന്നതിലേക്ക് ഒരു കുട്ടി മാറുമ്പോഴുണ്ടാകുന്ന ലേണിംഗ് പ്ലാറ്റ്യൂ, അതേപോലെ പഴയ പഠന രീതി മാറ്റി പുതിയ പഠന രീതി കുട്ടി അവലംബിക്കുമ്പോൾ ഉണ്ടാകുന്ന ലേണിംഗ് പ്ലാറ്റ്യൂ, അതൊന്നും ഒഴിവാക്കേണ്ടതല്ല. അതൊക്കെ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങളാണല്ലോ. ഉദാഹരണത്തിന് ഒരു കുട്ടി കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നു. പക്ഷെ ഒരു ദിവസം ആ കുട്ടി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നിർത്തിയിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചു പഠിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രത്യക്ഷത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല. കാരണം പുതിയ കാര്യങ്ങളൊന്നും കുട്ടി പഠിക്കുന്നില്ല. പഴയത് തന്നെ കുട്ടി ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പുരോഗതി ഒന്നും കാണുന്നില്ല. പക്ഷെ കുട്ടി പഴയതല്ല ഒന്നുകൂടി കുറെ നേരം ആവർത്തിച്ചു പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ലെങ്കിലും പഠിച്ചതെല്ലാം ഒന്നുകൂടി ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. അപ്പോഴും പഠന പീഠസ്ഥലിയായിരിക്കും ഗ്രാഫ് വരക്കുമ്പോൾ ഉണ്ടാവുക. അത് നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പഠന പീഠസ്ഥലികൾ എല്ലാം തന്നെ ഒഴിവാക്കേണ്ടതില്ല, ചിലത് മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ. മാനസികമായ തളർച്ച, താല്പര്യമില്ലായ്മ, മോട്ടിവേഷന്റെ അഭാവം, ഇങ്ങനെയുള്ള കാരണങ്ങളാലൊക്കെയാണ് പഠന പീഠസ്ഥലികൾ ഉണ്ടാകുന്നതെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. അത് മാത്രമാണ് പരിഹരിക്കേണ്ടത്. അല്ലാതെ എല്ലാവിധത്തിലുള്ള പഠന പീഠസ്ഥലികളും ഒഴിവാക്കൽ നിർബന്ധമല്ല. പലപ്പോഴും മറ്റൊരാളുടെയും സഹായമില്ലാതെ തന്നെ വിദ്യാർത്ഥികൾ തന്നെ ഈ പഠന പീഠസ്ഥലികളിൽ നിന്നും പുരോഗതി നേടാറുണ്ട്. അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ താല്പര്യം വീണ്ടെടുക്കാൻ അവർക്ക് സാധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കായിക വികസനം കൈവരിക്കാൻ സാധിക്കുകയോ ഒക്കെ ചെയ്താലാണ് അവർക്ക് തന്നെ ഈ പഠന പീഠസ്ഥലിയിൽ നിന്നും പുരോഗതി നേടാൻ സാധിക്കുക. എന്നാൽ എപ്പോഴും അങ്ങനെ സാധിക്കണമെന്നില്ല. പലപ്പോഴും അധ്യാപകന്റെ ആത്മാർത്ഥമായ ഇടപെടലുകൾ അതിനാവശ്യമായി വരും. ഇത്തരം ശരിയല്ലാത്ത അല്ലെങ്കിൽ അനഭിലഷണീയമായ പീഠസ്ഥലികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അധ്യാപകൻ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് പഠനപരമായ പുരോഗതി ഉണ്ടാവാതെ പഠന പീഠസ്ഥലികൾ ഉണ്ടാവുന്നതിന്റെ കാരണം താനാണോ എന്ന് സ്വയം ഒരു അധ്യാപകൻ ചിന്തിക്കണം. കാരണം തന്റെ പഠിപ്പിക്കുന്ന രീതി, തന്റെ ബോധന രീതി അത് കാര്യക്ഷമമാണോ, അല്ലെങ്കിൽ അതിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് ആ അധ്യാപകൻ സ്വയം ചിന്തിച്ചു നോക്കണം. രണ്ടാമതായിട്ട് കുട്ടികൾക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഒക്കെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ പഠനം വഴി എന്താണ് ലക്ഷ്യമാക്കുന്നത്, അങ്ങനെ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ ആ കുട്ടികളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് പഠനത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. അധ്യാപകന് ചെയ്യാൻ സാധിക്കുന്ന വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അവ നമുക്ക് സംക്ഷിപ്തമായിട്ടൊന്ന് പറയാം. കാഠിന്യ നിലവാരത്തിനനുസരിച്ച് പഠനാനുഭവങ്ങൾ നൽകുക, പെട്ടെന്ന് പുതിയ പാഠ്യവസ്തുക്കൾ അവതരിപ്പിക്കാതിരിക്കുക, ഉചിതമായ ദൃശ്യ ശ്രാവ്യോപകരണങ്ങൾ ഉപയോഗിക്കുക, അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ ഉണർത്താനും നിലനിർത്താനും ഉത്സാഹിപ്പിക്കുക, ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കുക, കായികവും മാനസികവുമായ തളർച്ച അകറ്റുക, ഉചിതമായ പഠനരീതികൾ അവലംബിക്കാൻ പഠിതാക്കളെ അഥവാ വിദ്യാർത്ഥികളെ സഹായിക്കുക, പഠനതന്ത്രങ്ങൾ മാറ്റി മാറ്റി പരിശോധിക്കാൻ പ്രോത്സാഹിപ്പിക്കുക,
പ്രവർത്തനം കുറെ സമയത്തേക്ക് നിർത്തിവെച്ചിട്ട് പിന്നീട് തുടരാൻ പഠിതാവിനെ പ്രേരിപ്പിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു അധ്യാപകന് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവരുടെ പഠനത്തിലുള്ള പുരോഗതി ഇല്ലാതാകുന്ന അവസ്ഥ അഥവാ പഠന പീഠസ്ഥലി ഒഴിവാക്കുവാൻ അധ്യാപകനും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേറ്ററ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. സ്വയം വിലയിരുത്തലിന്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണം ഏതാണ്? നമുക്ക് താഴെ മുതൽ ഡി എന്ന ഓപ്ഷൻ മുതൽ നമുക്ക് പരിശോധിക്കാം. താഴെ നിന്ന് മേലോട്ട്. എന്തുകൊണ്ടാണ് ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും പഠനപീഠസ്ഥലികൾ കണ്ടു അഥവാ ലേണിംഗ് പ്ലാറ്റ്യൂ കണ്ടു? അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ് നമ്മൾ പറയേണ്ടത്. 4 ഓപ്ഷനുകളാണ് അവിടെ ഉള്ളത്. ഒന്ന്, ഡി, ഉന്നത നിലവാരത്തിലുള്ള അഭിപ്രേരണ, ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ കൂടിയാൽ ഇങ്ങനെ പഠിക്കാൻ പഠന പുരോഗതി ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാവുകയുമില്ല. അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ ഒരാളെ കൂടുതൽ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷേച്ഛ, അതും ഒരിക്കലും പഠന പുരോഗതിയെ തടസ്സപ്പെടുത്തുകയില്ല. ബി, നൂതനമായ ബോധന രീതികൾ, നല്ല ഇന്നോവേറ്റീവായ ടീച്ചിങ് സ്ട്രാറ്റജികൾ, നൂതനമായ ബോധന രീതികൾ ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് പഠന പുരോഗതി ഉണ്ടാവുകയാണ് ചെയ്യുക. അത് പഠന പീഠസ്ഥലിക്ക് കാരണമാവുകയല്ല ചെയ്യുന്നത്. ബോധന രീതിയുടെ പോരായ്മ അത് ഒരു കാരണമാകാവുന്നതാണ്. അധ്യാപകൻ അതിനെ പറ്റിയിട്ട് ആലോചിക്കണം എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അധ്യാപകന്റെ ബോധന രീതിയാണോ ഇതിന് കാരണം? അധ്യാപകൻ പഠിപ്പിക്കുന്ന രീതി ശരിയല്ല എങ്കിൽ കുട്ടികൾക്ക് പഠനത്തിൽ പുരോഗതി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എ എന്ന ഓപ്ഷനാണ് അതിൽ ശരിയായ ഉത്തരം.